ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ ഇടുക്കിക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞ എനിക്ക് ബിജു, ബാറ്റിൽ, അലീന, കൃഷ്ണ, അഞ്ജന, ഇനി ഒരാളോട് കയറാണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്ക് പോകണം. ഇലക്ഷൻ്റെ റിസൾട്ട് തന്നെ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിരിക്കും ഓടക്കാം. അപ്പം ഞങ്ങൾ പോകുന്ന ഓരോ വിശേഷങ്ങളും ബാക്കി പരിപാടീസൊക്കെ പയ്യെ ഞങ്ങളുടെ വീഡിയോസിൽ വരുന്നതായിരിക്കും. Stay tuned, guys. ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സ്വിച്ചുമോളാണ് ചിക്കൻ വാങ്ങിക്കുന്നത്. കുറച്ച് റെസ്റ്റ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പോഴത്തെ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. കഴിക്ക് പണിക്കാൻ വേണ്ടി കയറുകയാണ്. മറ്റേ ഫ്രണ്ട്ലി ഫുഡിയാണ് ഉച്ചക്ക്. നൈറ്റ് തന്നെ ഗ്രാൻഡ് ആയിരിക്കും. ഗൈസ്, അപ്പൊ കഞ്ഞൂരി മാറ്റി അല്പ സ്ഥലം കിട്ടുക. ഞാൻ എഴുതി അയ്യോ ചൈനത്തെ ഇരിക്കാൻ പോകാം. ഗൈസ്, അപ്പൊ ഇതോടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കാരണം നേരത്തെ കഞ്ഞിപ്പരട്ടി ഓഫായി. അതെ മൂന്ന് കട കട്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ നല്ല നാടൻ. അതെ ചുട്ടെടുത്ത് നോക്കാം. അത് ഉണങ്ങിയ പപ്പടം, പിന്നെ ബീട്രൂട്ട് തരാൻ, അച്ചാറ്, പിന്നെ കോവച്ച മെഴുക്ക് പച്ചക്കറി. അതെ അപ്പൊ ഫുഡ് കഴിച്ചിട്ടാണ് അപ്പൊ ആയത്. ഒരു പൊടി ഓപ്പറേറ്റുകളെ എല്ലാരും പോലെ ആച്ചാണല്ലോ. മഴയും പെട്ടേ ബ്ലോക്കിലെ ഈ പാട്ടുകൾ മൈൻഡ് റോലോ തമിഴിലൊക്കെ എഴുതേനെ. തമിഴിലാണ് എഴുതേക്കണേ. സാധാരണ പാർട്ടിക്കാരൊക്കെ കാണാൻ പറ്റില്ല. വെച്ചാൽ ഓരോ കഴിഞ്ഞാൽ ഇത് പോപ്പഴടിക്കോ നമ്മ പാടിയാലും പോപ്പഴടിക്കോ. അയ്യോ ഞാൻ പരുത്തും ഭാരത്തെപ്പോൾ വെയിലിലാണ്. അത്രയുള്ളൂ. ഏത് പോട് ഇതിനാറിയോ 5 മണിക്കുണ്ട്. മിക്കാറും ഞങ്ങൾ പരത്ത് പറയുന്നതാണ്. വെയില്ല നീ എന്താ ആശപ്പെടുത്ത വെയിൽ പഞ്ചെടുത്തോ ബസ് നമ്മെത്തും. വെയില തോപ്പിക്കണം. അച്ഛാന കിട്ടുന്ന സ്പോട്ട് പച്ചപ്പിടക്കുന്നുണ്ടി. അതിനകത്തെന്തോ ഫുഡടിയേക്കുന്നു. തുടങ്ങിയിട്ടില്ലേ ഇപ്പൊ വെയിലായി ഗൈസ്. ഈ നാരെയും വിളിച്ചു വരുത്തില്ല. സത്യരാമ മൊത്തം കീക്കിടേണ്ടി വരും. ഞാൻ എല്ലാം പച്ചക്കിടും. അറിയാൻ വേണ്ടില്ല. യഥാർത്ഥ ഇൻഫ്ലുവൻസറായി അല്ലേ പറ്റും. കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശം ഭൂമിയും പോണ്ട് മൈൻഡ് കാണ. എന്താണ് അഭിപ്രായം? നല്ല സ്ഥലം, നല്ല സ്ഥലമല്ലേ? എന്താ കിടു സ്ഥലം കണ്ടില്ല. അപ്പൊ തന്നെ കിടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പരന്നു പാറുന്ന ഇവിടെ ഹൈറ്റ് കൂടുതലല്ല. അപ്പൊ ചൂട് കൂട്ടിയാത്ത ആശുപത്രി. അതെ, പരന്തു പാറാന്ന് പറയണേ. എന്താണ് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്തിന് ഈ പേര് വന്നത്? അവിടെ കമന്റ് ചെയ്യുക. അറിയില്ലാത്തോണ്ടാ. ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. മണിബെല്ല ഭയങ്കര തണുപ്പാണ്. അടുത്ത നല്ല കിട്ടുന്ന ക്ലൈമറ്റ്. തണുത്ത് പറഞ്ഞ ചെയ്യാൻ സച്ചിലൊക്കെ കാണാം. കൂളായിട്ട് ഹാൻഡ് കൂൾ മൈൻഡ്. ബിജി നാളെ ചേട്ടൻ പൊട്ട് വിട്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങൾ പരുന്നും മര കണ്ടിട്ട് കേട്ടോ. ക്ലൈമറ്റ് മാറും.
വിചാരിക്കണമെന്നല്ല. സിനിമാറ്റിക് ഷോട്ട്. ഞങ്ങളിപ്പോൾ പരത്തുമാരുടെ ടോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ട്രക്കിംഗ് ആണ്. ഒരു അഡ്വഞ്ചറസ് മോഡിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരോട് പറഞ്ഞു ഇങ്ങോട്ട് ആരോട് രാഹുൽ അത്ര പറഞ്ഞിട്ട് അമ്മ വന്നോളൂ. ഇവിടെ ഇപ്പൊ കുറച്ച് പ്ലസന്റ് ക്ലൈമറ്റ് ആണ്. പിശാചി നമ്മൾ വിചാരിച്ചു ചങ്ങലായിരിക്കും, പക്ഷെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. നൈസ്, ലുക്ക് അറ്റ് ദാറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. മഞ്ഞ കേസല്ലേ ഫ്ലൈറ്റ് കൊടുത്തിട്ടാ പൊളി സ്ഥലം മച്ചാനെ, പൊളി സ്ഥലം. ഫോട്ടോ ഞാൻ പോട്ടെ. അയ്യോ പടിപ്പാറി മച്ചാനെ, വെയിലായി മുമ്പി. ക്ലൈമറ്റ് നേരം കൊണ്ട് സ്വഭാവം മാറുന്ന ക്ലൈമറ്റ് ആണല്ലോ. ആ കല്ലൊക്കെ ഇരിക്കാൻ പറ്റും. എവിടെ അന്ന് ആ കരിക്കാറോ അത് ഞാൻ മറ്റോട് ചേർക്കില്ല. അവിടെ അന്ന് മഴയായിരുന്നു. മഴ പെയ്തിട്ടുണ്ടോ പുഴു ഇങ്ങനെ കിട്ടത്. എങ്ങോട്ടേക്കും മൊത്തം ഞങ്ങളപ്പോ പരുന്തുംപാറത്തേക്ക് പരുന്തുംപാറ ഇവിടെ കിട്ടുന്ന സ്പോട്ടൊക്കെ ഉണ്ടെന്നൊക്കെ മെച്ചാൻ പറഞ്ഞത്. അനുഭവമാണ് നമ്മുടെ ഡയഡ് ഇന്നത്തെ. അപ്പൊ അവിടേക്ക് ഒന്ന് പോയി ചില്ല് ചെയ്തിട്ട് വരാം. അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെയാണ്. ഡാക്കിൽ എല്ലാവരും മനുണ്ടേ. ഇപ്പൊ ചെറുതായിട്ട് വേനുണ്ടേ. കുറച്ച് അഡ്വഞ്ചറസ് വലിയ ബലർഫുള്ള പക്ഷെ എന്നാലും കുറച്ച് കട്ടക്കല്ലിന് കാണാൻ സൂക്ഷിച്ചിറങ്ങി ചിലപ്പോ ഉരുട്ടി നിലത്തിറങ്ങും. എന്റെ കുറച്ച് പയ്യാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സജിലെ മഴ മാറിപ്പോയ ഇവരെന്താ ഇവിടെ നാളെ പ്രത്യേകത ഉണ്ട്. 7 മല കാണാൻ പറ്റും ഇവിടെ നിന്നാലല്ലേ. അങ്ങനെ സീണ്ട് 7 മല കാണാൻ പറ്റും. 1 2 3 4 5 6 7 പൂഞ്ചോടില്ല. ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ 7 മല കാണാം. 1 2 3 4 5 6 നടുക്കോടുണ്ട്. ആ ഗ്യാപ്പിൽ പക്ഷെ കോട കാണാനും മൊബൈലിൽ കാണാൻ പറ്റില്ല. ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാൻ കണ്ടുപിടിച്ചാണ്. അത് പരത്തുമാരൊക്കെ അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാണ് ബ്ലോഗേഴ്സിന്റെ കൂടെ വന്നാൽ അങ്ങനെ കുറെ ഐഡിയാസ് ഇടുന്നില്ല. മനസ്സിലായില്ലേ? അതേതാ ബ്ലോഗറ്? ഞാൻ തന്നെ. അയ്യോ ഓക്കെ എന്നെ കുറിപ്പിന് വന്ന കാറ്റടിച്ചാൽ കൂടോ എന്താണ് സാർ അവിടെ കുറച്ച് ഗായ്സ് ഉണ്ടോ. ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ ഈ എത്താനായിട്ടുള്ള ലക്ഷ്യം അവിടെയാണ്. ആരും താഴെ പോയില്ല, ഞാൻ അവിടെ എത്തും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കിട്ടുമ്പോഴേക്കും ഇറ്റ്സ് വെരി ക്വയറ്റ് ആൻഡ് ഗുഡ് ഏരിയ ടു കം ഹിയർ. ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ പറയണം, നല്ല ഫോറിനേഴ്സൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനല്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ വർഷത്തിലോ വർഷം കാണും. എപ്പോഴെപ്പോഴും കാണാൻ പറ്റുക. ഞങ്ങൾ പോകുന്നത് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ്. ഇത്തിരി കഠിനമായിട്ടുള്ള വഴികളാണിത്. ഇവിടെ സ്റ്റുഡിയോ ചെരുപ്പ് ആരും എടുത്തോടെ അഡ്വൈസ് ആണ്. ഇവിടെ ഒരു 10 രൂപ സ്റ്റുഡിയോ ചെരുപ്പ് പൊട്ടിക്കിടപ്പുണ്ട്. ക്വാളിറ്റിയില്ലാത്ത സാധനമാണ് ഇപ്പോൾ അവർ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വരുമ്പോ മാക്സിമം ഷൂസൊക്കെ ഇടാൻ നോക്കാം. കൈയും കാലൊക്കെ അല്ലെങ്കിൽ ഇവിടെ പൊട്ടി നടന്ന ആശുവും. ഇവിടെ ഇപ്പോൾ 2-3 ലേഡീസിൻ്റെ ഒക്കെ സ്റ്റുഡിയോ ചെരുപ്പ് പൊട്ടിക്കിടപ്പുണ്ട്. വേണ്ടവരെ നല്ല ഐസ് നോക്കിയിട്ട് 1 ദിവസം എടുത്തോ, ഫ്രീ ആകും. വരൂ വേമ്പോ ട്രൈപ്പോ എടുക്കാൻ വന്നേ. ഏറ്റവും വലിയ മനസ്സിലായി അതാ എന്താ എടുക്കാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പുറപ്പെട്ടു വരുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. സ്പൈഡർമാനൊക്കെ ഇട്ടാണ് വലിയ സീരിയല. കണ്ടപ്പോ കുറച്ച് വയറ് തോന്നിയിരുന്നു. പറഞ്ഞൊന്നും കേൾക്കൂല. അന്നൊരു വലിയ പെട്ടെന്ന് എങ്ങനെയുണ്ട് ജോണി? കുഴപ്പമില്ല. സൈഡ് ണ്ടോ അമ്മേ നിങ്ങളെ ഈ സൈഡിലൂടെ വന്നാ മതി. ഗൈസ് അങ്ങനെ നമ്മളൊരു ആ സ്പോട്ട് കാണിച്ചു കൊടുത്തേ.
വിഷമല്ലാതെ അമ്പരം വരുന്ന ഗൈസ്, അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പരുന്തുംപാളുടെ മേളിലാണ്. ചെറുതായിട്ട് പണി പാടി. എത്ര വരെ വലിയ കുഴപ്പമൊന്നുമല്ല. എത്തിക്കഴിഞ്ഞപ്പോ സജി ഞാനാക്കൂട്ടം തിരുത്തിക്കൂട്ടാണ്. അടുത്ത ഒരു സുജാത്രം പറയുന്നുണ്ട്. ബാക്കി പിടിച്ചോ പോയപ്പോ മറ്റേന്നടിക്കണേ അതോ ചേച്ചി. അപ്പൊ ഇനി പോണത് കാണിച്ചരാം, കിട്ടുന്നതായിരിക്കും. നീ വന്നത് കണ്ടില്ലേ? കൊള്ളാം, നല്ല ക്ലൈമറ്റ് ആണോ? എന്നാ ഫസ്റ്റ് വെയിലുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. Guys, this is Parindum-Pala. Yeah! And I give you so അപ്പൊ ഒന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങള് നമ്മളെ സ്ഥലത്തെത്തിയേക്കാണ്. ഇതാണ് സ്ഥലം, ശ്രീനെട്ടി പാഞ്ചാലിമേട്. ബാക്കി വ്യൂസൊക്കെ ഞങ്ങള് നാളെ കാണിച്ചുതരാം. നമ്മളെ ബഡീസ് എല്ലാവരും ഒരാവശ്യത്തിൽ. അപ്പൊ ഇനി ഞങ്ങള് അകത്ത് കയറിയിട്ടായിരിക്കും ബാക്കി ബഡീസൊക്കെ. ഞാൻ ടൂട്ടോ. അപ്പൊ നമ്മള് റൂമിലോട്ടത്തേക്കാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ളൊരു നൈസ് റൂമാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ലോക്ക്ഡൗൺ പൊടി സാധനം വൈകി കിട്ടില്ല. നൈസ് ആംബിയൻസ് ആണ്ടാ. നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്. വ്യൂ ഒക്കെ കൊള്ളാം. സജ്ജ എങ്ങനെയുണ്ട് റൂമൻ? ഇത്രയുള്ളൂ പറയാണ്ട്. അവൻ്റെ പാർട്ടി തോറ്റിരിക്കാണ്ട് വിഷമം. ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആവണം, പൂളി ചാടണം. അതിനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഏകദേശം റൂമിന്റെ പുറം ഭാഗമൊക്കെ ഇട്ടാണ്. ചെറുതൊക്കെ നമുക്കൊരു ഫുഡൊക്കെ കഴിച്ച് ചെയ്യാം. ബാക്കിൽ മലയൊക്കെ കണ്ട് തണുപ്പത്ത് പൊടിക്കാം. കൊള്ളാം. Ready. Video. Guys, ചാടി സജ്ജിതാണ് ഇങ്ങനത്തെ ചിക്കൻ ഇറക്കുന്ന ആള്. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ബിജുമോൾ ബുഷാർ. ഞങ്ങൾ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നിശ്ചയത്തിലൊക്കെ എന്തൊക്കെയോ പരിപാടി വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ മച്ചാൻ, ഇതെന്താ സാധനം? ചെമ്മീൻ. എനിക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഓർമ്മ ഒന്നുമില്ല.
ഉള്ളവർ ഞാൻ ഓർമ്മ പേര് ഗൈസ് ഇപ്പം ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി റൈസ് ഞാൻ മച്ചു മെയ് പനിയാണ് ഭാഗത്തിന് പനിയാക്കാൻ 2 ദിവസം പമ്പടത്തുനിന്നുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ എന്താ മച്ചു വാട്ട് എ ബ്യൂട്ടിഫുൾ നല്ലോണം അനവധി സജിലാണ് മന്തി ഉണ്ടാക്കുന്നതിന്റെ മെയിനായി പൊടിപ്പൊടിയായിട്ട് പൊടിപ്പൊടിയായിട്ട് മനസ്സിലായ പൊടിപ്പൊടിയായിട്ട് പിരാനാണത് ഇത് പിരാന ഇത് കൊഞ്ചി ഇത് A few moments later. ഞങ്ങളുടെ മദ്യം ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ നൈറ്റ് 12 മണിയാവാറായി ഉണ്ടാക്കിയ മന്തിയാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുത്ത പ്ലേറ്റ് കൊണ്ടുപോവാ പ്ലേറ്റിൽ 6.5 hours later. ഇതാണ് കാപ്പിക്കുരു ഫ്രഷ് കാപ്പിക്കുരു നൈസ് കാപ്പിക്കുരു രാത്രി തന്നെ ചെല്ലിയതാ പോളും മോർണിംഗ് വ്യൂ ആണ് സണ്ണൊതിച്ചു വെള്ളത്തിൽ സമയത്ത് ലേറ്റായി പിള്ളേഴ്സ് ഇപ്പോൾ ഏഴരേ കല്ലുമുള്ളും നിറഞ്ഞ പാത്രം കണ്ടോ സാധനം കണ്ടോ പെട്ടെന്ന് വെള്ളൂട്ട് പോയിട്ട് എന്തെങ്കിലും വഴിയണോ എടുത്ത് ചാടിയാ മതി അവിടെ zoom ചെയ്തു ഗൈസ് അത്താഴത്തി മിഷൻ ഗൈസ് അങ്ങനെ ഞാനൊരു ലാസ്റ്റ് ഒരു റീലും കൂടെ എടുത്ത് ഞാനുള്ള ഈ ട്രിപ്പ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തിനാണ് ട്രിപ്പൊക്കെ വീട്ടിൽ പോകുന്നത്. പാവൊക്കെ വിഷമിച്ച് ആരും ഉറങ്ങിപ്പോയി. അപ്പോ അത്രയുള്ളൂ. ഇടുക്കി പോയി പാചാതി വരെ കയറില്ല, തിരക്കാരൻ നിങ്ങൾ ഇറങ്ങിയിട്ടോ. പിന്നെ അധികം ലേറ്റ് ആവുന്നത് എല്ലാവരും വീട്ടിൽ കയറാനുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലെത്തില്ല, തെറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്നാ ബുദ്ധി. ഞങ്ങളൊരു ചെറിയൊരു ഫൺ ട്രിപ്പ് അല്ലേ? ഞങ്ങളുടെ ബുദ്ധി ഒട്ടിപ്പാലി. Bye guys, sign off from Johnny Chow. Subscribe ചെയ്യുക, like ചെയ്യുക, എല്ലാവർക്കും കഴിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. Bye bye.